കഴിഞ്ഞ വർഷം അവസാനത്തോടുകൂടിയാണ് മലയാറ്റൂർ ചിത്രപ്രിയ വധക്കേസ് നമ്മൾ കാണുന്നത്. പ്രതി ചിത്രപ്രിയയുടെ കാമുകൻ അലനായിരുന്നു. എന്നാൽ ഇന്ന് അതിന് സമാനമായിട്ടുള്ള ഒരു കേസാണ് മലപ്പുറം വാണിയമ്പലത്ത് നിന്ന് വരുന്നത്. ഈ കേസിൽ ഏറ്റവും ഞെട്ടിക്കുന്ന ഫാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മരണപ്പെട്ട പെൺകുട്ടിക്ക് 14 വയസ്സും കൊന്ന ഈ പെൺകുട്ടിയുടെ കാമുകന് 16 വയസ്സുമാണ് പ്രായം. രണ്ടുപേരും സെയിം സ്കൂളിൽ, പെൺകുട്ടി 9ാം ക്ലാസ്സിലും ഈ പയ്യൻ +1നും പഠിക്കുന്നു. കൊല്ലുക മാത്രമല്ല, ക്രൂരമായിട്ട് ലൈംഗികമായി പെൺകുട്ടിയെ ഉപദ്രവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ വൈകിട്ടാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. രാവിലെ ഈ പെൺകുട്ടി അമ്മ അനിയത്തിയോടൊപ്പം സ്കൂളിലോട്ട് വിടുന്നു. സ്കൂളിൽ വരെ വന്നതായിട്ട് സാറന്മാർ പറയുന്നുണ്ട്. അതിനുശേഷം പെൺകുട്ടി ക്ലാസ്സിൽ കയറുന്നില്ല, ആബ്സെന്റ് ആണ്. ഈ സ്കൂളിൽ കണ്ടതായിട്ട് ഈ പെൺകുട്ടിയെ പഠിപ്പിക്കുന്ന അധ്യാപകന്റെ മൊഴിയുണ്ട്. ഇന്നലെ സ്കൂളിൽ വന്നിട്ടില്ല കുട്ടി, ഇന്നലെ സ്കൂളിൽ ആബ്സെന്റ് ആണ്. സ്കൂളിൽ യൂണിഫോമിലിട്ട് സ്കൂളിലോട്ട് വന്നിട്ടുണ്ട്, പക്ഷേ സ്കൂളിൽ ഇന്നലെ കയറാതെ തിരിച്ചു പോവുകയാണ് ചെയ്തത്. അപ്പം സ്കൂളിൽ വരെ വന്നിട്ടുണ്ട്, അവിടെ നിന്നാണ് ഈ പെൺകുട്ടി മിസ്സിംഗ് ആവുന്നത്. വൈകുന്നേരമായിട്ട് വീട്ടിൽ ചെല്ലുന്നില്ല. വൈകിട്ട് ഒരു 6 മണിയോടുകൂടി അമ്മയുടെ ഫോണിലോട്ട് പെൺകുട്ടി വേറെ ഏതോ ഒരു ഫോണിൽ നിന്ന് ഒരു കോള് വരികയാണ്. ഉടനെ എത്താമെന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു കോള്. അതിനുശേഷം പെൺകുട്ടിയുടെ യാതൊരു തരത്തിലുള്ള വിവരവും ഇല്ല. ആ ഫോണിൽ തിരിച്ച് വിളിച്ചിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അപ്പോഴാണ് വീട്ടുകാർക്ക് മനസ്സിലായത് പെൺകുട്ടി മിസ്സിംഗ് ആണ്. ഉടനെ തന്നെ അടുത്ത പോലീസ് സ്റ്റേഷനിൽ കാര്യം അറിയിച്ചു. അവർ അന്വേഷണം തുടങ്ങി. ഒരു പെൺകുട്ടി മിസ്സിംഗ് ആകുമ്പോൾ ആദ്യം സംശയമുള്ള, അല്ലെങ്കിൽ എങ്ങോട്ടൊക്കെ പോകാൻ സംശയമുണ്ട്, അല്ലെങ്കിൽ ആരുടെ കൂടെ പോകാൻ സംശയമുണ്ട് എന്നുള്ള കാര്യമൊക്കെ ആയിരിക്കും പോലീസ് ആദ്യം ചെക്ക് ചെയ്യുന്നത്. അന്നേരം ഇവരുടെ സംശയത്തിൽ ആദ്യം വന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ഈ പെൺകുട്ടിയുടെ സ്കൂളിൽ തന്നെ പഠിക്കുന്ന 16-കാരനെയാണ്. ഇവനായിരുന്നു പ്രൈം സസ്പെക്ട്. സംശയിക്കാനുള്ള കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ പെൺകുട്ടിയും ഇവനും തമ്മിൽ റിലേഷൻഷിപ്പ് ആയിരുന്നു. അത് നാട്ടുകാരും അതുപോലെ തന്നെ ടീച്ചേഴ്സും ഒക്കെ അതിനെപ്പറ്റി പറയുന്നുണ്ട്. അവർക്ക് ഈ കാര്യങ്ങൾ അറിയാവുന്നതാണ്. ഇതൊരു പോലീസ് കേസായ റിലേഷൻഷിപ്പ് കൂടിയാണ്. ചെറിയൊരു പയ്യനായിട്ട് ചെറിയൊരു റിലേഷൻ ഉണ്ടായിട്ട് സ്റ്റേഷനിൽ പോയിട്ട് വന്ന് വാൺ ചെയ്തൊക്കെ വിട്ടതാണ്. ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞതാണ്. ഈ പെൺകുട്ടിയെ പഠിപ്പിച്ച ടീച്ചർ പറയുന്നതോടെ കേൾക്കാം. ഈ പെൺകുട്ടിയും ഈ പയ്യനും തമ്മിൽ അടുപ്പമുണ്ട് നിങ്ങൾക്ക് അറിയാമായിരുന്നു? 1-2 പ്രാവശ്യമൊക്കെ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ പോലീസിലൊക്കെ കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ്. പേരൻസ് തന്നെ സ്റ്റേഷനിലൊക്കെ പരാതി പറഞ്ഞിട്ടുള്ളതാണ്. ഇത് മാത്രമല്ല കാരണം, ഈ കൊലപാതകം നടക്കുന്നതിന് 2 ദിവസം മുൻപായിട്ട് ഈ പയ്യൻ ഈ പെൺകുട്ടിയുടെ വീട്ടിൽ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഇയാൾ പോവുകയും ചെയ്തിരുന്നു. അത് വീട്ടുകാർ ഇവർ തമ്മിലുള്ള ബന്ധമറിഞ്ഞ് അത് വിലക്കുകയും ഇയാളെ താക്കീത് ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇയാൾ ഒരു വെല്ലുവിളിക്കുന്ന സ്വരത്തിൽ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് ഈ പെൺകുട്ടിയുടെ അമ്മയെ ഭീഷണിപ്പെടുത്തിയതായും പറയുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇവനെ തന്നെയാണ് പോലീസ് സംശയിക്കുന്നത്. അങ്ങനെ പോലീസ് സംശയിച്ചു. ഇവന്റെ വീട്ടിൽ പോയി ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടായിരുന്നില്ല. തെളിവുകളൊന്നും ഇല്ലാതെ കസ്റ്റഡിയിൽ എടുക്കാനും പറ്റില്ല, കാരണം മൈനറാണ്. ഇതിനുശേഷം രാവിലെ ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ ഇവന്റെ വീട്ടിൽ പോയിട്ട് കാര്യങ്ങൾ തിരക്കിയിട്ടുണ്ട്. എന്തെങ്കിലും വിവരം അറിയാമോ എന്ന് ചോദിച്ച്. ആ സമയത്ത് ഇവന്റെ മറുപടി എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, വൈകിട്ട് വരെ അവന്റെ കൂടെ ഈ പെൺകുട്ടി ഉണ്ടായിരുന്നു എന്നും അത് കഴിഞ്ഞ് ഇവള് വേറെ ആരുടെയും കൂടെ പോയി എന്നുള്ള കാര്യത്തിലാണ് ഇവ മറുപടി പറഞ്ഞത് അവരുടെ അടുത്ത്. ഈ പെൺകുട്ടിയുടെ അമ്മയുടെ ഫോണിലോട്ട് വന്ന അവസാനത്തെ ആ ഒരു കോള്, ആ ഒരു നമ്പർ ട്രേസ് ചെയ്യുന്നത് ഈ പരാതി കൊടുത്ത സമയത്ത് തന്നെ ട്രേസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ട്രേസ് ചെയ്ത സമയത്ത് ഈ ഫോണ് അടുത്തുള്ള ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഓൺ ആയതായിട്ട് കണ്ടു. അങ്ങനെ പോലീസ് റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് പരിശോധിക്കുന്നു. അവിടെ നാളെ കിട്ടുന്നില്ല. പിന്നീട് സൈബർ സെല്ലിൽ നിന്ന് റിപ്പോർട്ട് കിട്ടുകയാണ്, റെയിൽവേ സ്റ്റേഷനിലല്ല, റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മാറി ഒരു 200 മീറ്റർ കഴിഞ്ഞിട്ട് ആ ഒരു ഫോൺ നമ്പർ ഉണ്ട് എന്നുള്ള കാര്യം. അവിടെയും പരിശോധിച്ച് ചെല്ലുന്നു, അവിടെ നിന്നും കിട്ടുന്നില്ല. പിന്നീട് ഈ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് വേറൊരു കാര്യം മനസ്സിലാവുന്നത്. ഈ പയ്യനെ റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് കണ്ടവരുണ്ട്. ഈ പയ്യൻ റെയിൽവേ സ്റ്റേഷന്റെ അടുത്തുള്ള ഒരു വീട്ടിൽ പോയിട്ട് വെള്ളം ചോദിക്കുകയും അവിടുത്തെ ഫോൺ മേടിച്ച് ഇവന്റെ അച്ഛനെ വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇവനെയും ഈ പെൺകുട്ടിയെയും ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ട് പല ആളുകളും കണ്ടതായിട്ട് നാട്ടുകാരും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ഇവനെ കസ്റ്റഡിയിൽ എടുക്കുന്നത്. കസ്റ്റഡിയിൽ എടുത്ത സമയത്ത് ഇപ്പൊ ഈ പെൺകുട്ടിയുടെ ബോഡി കിട്ടിയിരിക്കുന്ന ആ ഒരു സ്ഥലത്ത് അവിടെ വരെ ഈ പെൺകുട്ടിയുടെ കൂടെ ഇവൻ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഇവൻ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയിലാണ് ഈ പെൺകുട്ടിയുടെ ഡെഡ് ബോഡി കണ്ടെത്തുന്നത്. ഈ സ്ഥലം നമ്മുടെ റെയിൽവേയുടെ സ്ഥലമാണ്. റെയിൽവേ ട്രാക്കിന് സമീപത്തുള്ള ഒരു കുറ്റിക്കാടാണ് ഈ ഒരു റീജിയൻ എന്ന് പറയുന്നത്. അധികം ആളും അനക്കൊന്നുമില്ല. ഈ പെൺകുട്ടിയെ കണ്ടെത്തുന്ന സമയത്ത് ഈ പെൺകുട്ടിയുടെ കൈകൾ ഡ്രസ്സ് ഉപയോഗിച്ചിട്ട് കെട്ടിയിട്ടുണ്ടായിരുന്നു, മുന്നിലോട്ട് ആക്കിയിട്ട് കെട്ടിയിട്ടുണ്ടായിരുന്നു. തൊട്ടടുത്ത് നിന്ന് ഈ പെൺകുട്ടിന്റെ ബാഗും കെട്ടിയിട്ടുണ്ട്. ഇവരെ ചോദ്യം ചെയ്യുന്ന സമയത്ത് ആദ്യം അവൻ മൊഴികൾ മാറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. പറയുന്നത് മൊത്തം കള്ളത്തരമാണ്. ഇവൻ പറയുന്നത്, ഞങ്ങൾ അവിടെ വരെ പോയിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ റെയിൽവേ ട്രാക്കിൽ കൂടെ നടക്കുന്നുണ്ടായിരുന്നു, ആ സമയത്ത് ഒരു ട്രെയിൻ വരികയും ഇവൻ റെയിൽവേ ക്രോസിന്റെ ഇപ്പുറ സൈഡിലോട്ടും അവൾ ആ റെയിൽവേ ക്രോസിന്റെ അപ്പുറ സൈഡിലോട്ടും മാറി, അതിനുശേഷം പിന്നെ അവളെ കണ്ടിട്ടില്ല എന്നുള്ള തരത്തിലൊക്കെയാണ് ഇവൻ മൊഴി മാറ്റി പറഞ്ഞുകൊണ്ടിരുന്നത്. പോലീസുകാരുടെ ചോദ്യം ചെയ്യൽ അറിയാമല്ലോ, ഇവനൊക്കെ 10-16 വയസ്സേ ഉള്ളൂ. ഇവനൊന്നും ആ ഒരു ചോദ്യം ചെയ്യലിന്റെ മുന്നിൽ പിടിച്ച് നിൽക്കത്തില്ല. ഒടുവിൽ ഇവൻ കുറ്റം സമ്മതിച്ചു. ഇവനാണ് ഇത് ചെയ്തത്, സെക്ഷലി ഉപദ്രവിച്ചിട്ടുണ്ടെന്നും കഴുത്ത് ഞെരിച്ചാണ് കൊന്നതെന്നും അവൻ ഒറ്റയ്ക്കാണ് ഇത് ചെയ്തതെന്നും ആണ് ഇവൻ സമ്മതിച്ചിരിക്കുന്നത്. ഇവൻ മയക്കുമരുന്ന് യൂസ് ചെയ്യാറുണ്ടായിരുന്നു എന്നും ആളുകൾ പറയുന്നുണ്ട്. അറിയണത് കുറച്ച് MDMA അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ഓന് ഒറ്റയ്ക്കല്ലത്, ആൾ
വേറെ സഹായികളുണ്ട്. സോ സംശയമാണ്, അതും അന്വേഷിക്കേണ്ടതാണ്. ഇവർ ഏതെങ്കിലും തരത്തിലുള്ള മയക്കുമരുന്നോ എന്തെങ്കിലും അടിമയാണോ എന്നുള്ള കാര്യത്തിൽ. പിന്നെ 16 വയസ്സുള്ള ഒരുത്തൻ ഒറ്റയ്ക്ക് ഇത്ര പ്ലാൻഡ് ആയിട്ട് ഈ ഒരു കാര്യം ചെയ്തു എന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഈ ഒരു മർഡർ പ്ലാൻഡ് ആണ് എന്ന് പറയാൻ, അല്ലെങ്കിൽ ആസൂത്രിതമാണ് എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പെൺകുട്ടിയെ ഡയറക്റ്റ് ഇവൻ സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരികയാണ്. സ്വന്തം ഇഷ്ടപ്രകാരമായിരിക്കണം ഈ പെൺകുട്ടി ഇവൻ്റെ കൂടെ പോയിട്ടുള്ളത്. ഈ സ്കൂളിൽ നിന്ന് ഒരു ഏതാണ്ട് 14 കിലോമീറ്റർ ദൂരെയാണ് ഈ പെൺകുട്ടിയെ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്, ഈ കുറ്റിക്കാടുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് ഇവൻ ഈ ഒരു ലൊക്കേഷൻ കണ്ടുപിടിക്കുകയും അങ്ങോട്ട് കൊണ്ടുപോവുകയും അവിടെ വെച്ചിട്ട് മനഃപൂർവ്വം എന്ന് വെച്ചാൽ പ്രീ പ്ലാൻഡ് ആയിട്ട് തന്നെ ചെയ്തതാണ്. അല്ലെങ്കിൽ ഈ 14 കിലോമീറ്റർ ദൂരമുള്ള ഈ ഒരു ലൊക്കേഷനോട്ട് കൊണ്ടുപോയി ആ ഒരു കാട്ടിൽ ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന് പെട്ടെന്ന് ഒരുത്തൻ പ്ലാൻ ചെയ്യുന്നതല്ല. ഇതിന് മുമ്പ് അവിടെ പോയി പരിചയമുണ്ട്. അന്നേരം ഇത് കൃത്യമായിട്ട് പ്ലാൻഡ് ആയിട്ട് ചെയ്ത കാര്യമാണ്. സോ അത് കഴിഞ്ഞിട്ട് ഇവൻ ഫോൺ ഓഫ് ആക്കുന്നു. പിന്നീട് മറ്റൊരാളുടെ ഫോണിൽ നിന്നാണ് ഇവൻ്റെ അച്ഛനെ തന്നെ ഇവൻ കോൺടാക്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഇവൻ പറയുന്ന മൊത്തം കള്ളത്തരങ്ങളാണ്. ഇവൻ മൊഴികൾ പലപ്പോഴായിട്ട് മാറ്റി പറയുന്നു. പെൺകുട്ടിയുടെ വീട്ടുകാർ ഇവൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞ സമയത്തും ഇവൻ വേറെ കള്ളത്തരങ്ങളാണ് പറയുന്നത്. പോലീസ് ആദ്യം ചോദിച്ച സമയത്തും ഇവൻ കള്ളത്തരങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം ഇത് വെറുതെ ഒരു കയ്യബദ്ധം പറ്റിയതല്ല. ഇവൻ വ്യക്തമായിട്ട് പ്ലാൻ ചെയ്ത് തന്നെ ചെയ്ത കാര്യമാണ്. ഇതിൻ്റെ പുറകിൽ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യമാണ് ഇനി നോക്കേണ്ടത്. പിന്നെ ഇവൻ്റെ മയക്കുമരുന്നിൻ്റെ പരിപാടി. നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇൻക്വസ്റ്റ് നടപടികൾ കഴിഞ്ഞിട്ടുണ്ടാവണം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ. ഇവൻ്റെ മൊഴിപ്രകാരം കഴുത്ത് ഞെരിച്ച് കൊന്നതാണ് എന്നുള്ളതാണ് പറയുന്നത്. സോ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പെൺകുട്ടിക്ക് 14 വയസ്സേ ഉള്ളൂ, ഇവന് 16 വയസ്സ്. 14 വയസ്സിലൊക്കെ നമ്മുടെയൊക്കെ പ്രായത്തിൽ സിനിമയ്ക്കകത്ത് ആരെങ്കിലും കൊല്ലുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പേടിച്ചുറച്ചിരുന്നു അയ്യോ 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 എന്നൊക്കെ പറഞ്ഞിരുന്ന് കണ്ടുകൊണ്ടിരുന്ന നമ്മൾ നേരിട്ട് ഇതൊക്കെയാണ് കാണുന്നതും കേൾക്കുന്നത്. 16 വയസ്സുള്ള ഒരുത്തൻ 14 വയസ്സുകാരെ കൊല്ലുന്നു, 20 പേരൻ 19 വരെ കൊല്ലുന്നു. അത് ഈ പ്രേമത്തിൻ്റെ പേരിൽ. ഇപ്പോഴത്തെ പിള്ളേർക്ക് മുട്ടയെന്ന് വരുമ്പോഴേ പ്രേമം, ഫോണ്, വേറെ പരിപാടികൾ ഇതൊക്കെയാണ്. ഒന്ന് മെച്ചുവേർഡാവുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെയുള്ള കലാപരിപാടികളാണ്. നമ്മുടെ നാട്ടിലെ പല സ്കൂളുകളിലും ഒരുപാട് പോക്സോ കേസുകളുണ്ട്. ഇത് സ്കൂളിൻ്റെ റെപ്യൂട്ടേഷൻ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് സാറന്മാരും സ്കൂളുകാരോട് ചേർന്ന് ഈ പല കേസുകളും ഒതുക്കി തീർക്കുന്നുണ്ട്. നമ്മൾ അറിയാതെ പോകുന്ന ഒരുപാട് കേസുകളുണ്ട്. ഇപ്പോഴത്തെ ഈ മുട്ടയെന്ന് വരുന്നതിന് മുമ്പുള്ള ഈ പ്രണയം എന്ന് പറയുന്നത് ഭയങ്കര ടോക്സിക് ലെവലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്രയും ഇമ്മച്ചുവേർഡ് ആയിട്ടുള്ള പ്രായത്തിലാണ് രണ്ടുപേരും റിലേഷൻഷിപ്പിലാവുന്നത് പോട്ട്. രണ്ടുപേരും ഹാം ചെയ്യാത്ത ഇതിൽ രണ്ടെണ്ണം അടിച്ചു പിരിഞ്ഞ് പോയാൽ പിന്നെയും കുഴപ്പമില്ല, സമാധാനം ഉണ്ടെന്ന് വിചാരിക്കാം. പക്ഷേ ഇത് ഇവിടെ അങ്ങനല്ല. ഇത് ചെന്നെത്തുന്നത് ഇതിൻ്റെ എൻഡെന്ന് പറയുന്നത് കൊലപാതകമൊക്കെയാണ്. ഈ രീതിയിലൊക്കെയാണ് പിള്ളേർ ചിന്തിക്കുന്നത്. നമ്മൾ പണ്ട് വളർന്നു വന്ന സാഹചര്യമല്ല ഇപ്പോൾ. എല്ലാം ഭയങ്കര ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന ജീവിതമാണ്. ഇവരുടെ വിരൽത്തുമ്പിൽ തന്നെ എല്ലാ കാര്യങ്ങളും കിട്ടുന്ന ഒരു സാഹചര്യമാണ്. ഫോണിൻ്റെയും അല്ലെങ്കിൽ നമ്മുടെ ടെക്നോളജിയുടെ ഒക്കെ ഇൻഫ്ലുവൻസ് ഇപ്പോഴത്തെ കുട്ടികളുടെ വളർന്നു വരുന്ന ജീവിത ശൈലികളിലുണ്ട്. അതുകൊണ്ടാണ് ഓരോ ടീംസും മുട്ടത്തോടും തലയും വെച്ചുകൊണ്ട് പ്രേമം എന്നൊക്കെ പറഞ്ഞ് നടന്നു പോകുന്നത്. ഇത് പ്രേമം മാത്രമാണെങ്കിൽ കുഴപ്പമില്ല, അതിൻ്റെ കൂടെ കാമവും ഉണ്ട്. പണ്ട് എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ടി വിക്കകത്ത് ആഷിഖ് ബഹനായ സോങ് വരുമ്പോൾ ശിവ എന്നും പറഞ്ഞിട്ട് ചാനൽ മാറ്റിയിട്ട് പോകാറായിരുന്നു പതിവ്. പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർ അങ്ങനെയല്ല. ആഷിഖ് ബഹനായ വെല്ലുന്ന പരിപാടികളാണ് ഇപ്പം നേരിട്ട് ഈ മുട്ടത്തോടും തലയും വെച്ചുകൊണ്ട് കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. പ്രേമം മണ്ണാങ്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങ് ഇറങ്ങുകയാണ് ഒരു വിവരവും ബോധമില്ലാത്ത പ്രായത്തിൽ. പേരൻസ് എത്ര ശ്രദ്ധിച്ചാലും ഫെയിലി ചാടുന്ന കാലമാണ് നമ്മുടെ നാട്ടിൽ. 18 തികയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഒളിച്ചോടി പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള ടീംസൊക്കെ ഉള്ള സമയമാണ്. ഇതിനകത്ത് ആരെയാണ് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് പോലും നമുക്ക് മനസ്സിലാവുന്നില്ല. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ കുഴപ്പമാണോ, അതോ പേരൻറ്റിങ്ങിൻ്റെ കുഴപ്പമാണോ, അതോ സമൂഹത്തിൻ്റെ ബാഡായിട്ടുള്ള ഇൻഫ്ലുവൻസ് ആണോ? എന്താണെങ്കിലും ഇപ്പോഴത്തെ തലമുറ നല്ല സൂപ്പറാണ്. കൂടുതലൊന്നും പറയുന്നില്ല. വേറെ വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ശരി.